ഹലോ, അപ്പോൾ നമ്മുടെ CBSEയുടെ 10th ബോർഡ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണിത്. ഇഫ് ആൽഫ ആൻഡ് ബീറ്റ ആർ സീറോസ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് കെ മൈനസ് 6x പ്ലസ് 2 ഇൻറ്റു 2k മൈനസ് 1 ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ ഇഫ് ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു ഹാഫ് ഓഫ് ആൽഫ ബീറ്റ. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൽഫയും ബീറ്റയും ഈ പറഞ്ഞ അതായത് എക്സ് സ്ക്വയർ മൈനസ് കെ മൈനസ് 6x പ്ലസ് 2 ഇൻറ്റു 2k മൈനസ് 1 എന്ന് പറയുന്ന പോളിനോമിയലിൻ്റെ സീറോസാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് കെയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ഒരു കണ്ടീഷൻ കൂടി പറഞ്ഞിട്ടുണ്ട്, ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് ഹാഫ് ഓഫ് ആൽഫ ബീറ്റ ആണെന്ന്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നോക്കാം. നമുക്കറിയാലോ, ആൽഫയും ബീറ്റയും സീറോസായിട്ട് വരുന്ന ഒരു പോളിനോമിയലിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് ആൽഫ പ്ലസ് ബീറ്റ എക്സ് പ്ലസ് ആൽഫ ബീറ്റയാണ് അല്ലേ? പക്ഷേ അത് തന്നെയല്ലേ ഇവിടെയും പറഞ്ഞിട്ടുള്ളത്. ആൽഫയും ബീറ്റയും സീറോസായിട്ട് വരുന്ന ഒരു പോളിനോമിയലാണ് എന്ത്? എക്സ് സ്ക്വയർ മൈനസ് കെ മൈനസ് 6x പ്ലസ് 2 ഇൻറ്റു 2k മൈനസ് 1 എന്ന് പറയുന്നത്. അതായത് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കെ മൈനസ് 6 ആണെന്ന് പറയാൻ പറ്റും. ആൻഡ് ആൽഫ ബീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 2 ഇൻറ്റു 2k മൈനസ് 1 ആണെന്നും പറയാൻ പറ്റും. പക്ഷെ ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് ഹാഫ് ഓഫ് ആൽഫ ബീറ്റ ആണെന്ന്. അതായത് ഇവിടെ ആൽഫ പ്ലസ് ബീറ്റ നമുക്ക് ഓൾറെഡി കിട്ടിയത് കെ മൈനസ് 6 ആണെന്ന്. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ എടുക്കുക, ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു ഹാഫ് ഓഫ് ആൽഫ ബീറ്റ, അതല്ലേ? ഈ കണ്ടീഷനാണ് നമുക്കിവിടെ തന്നിട്ടോ അല്ലെങ്കിൽ തന്നേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് കെ മൈനസ് 6 ആണ്. സോ കെ മൈനസ് 6 ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ആൽഫ ബീറ്റ എന്ന് പറയുന്നത് 2 ഇൻറ്റു 2k മൈനസ് 1 ആണ്. അപ്പോൾ ഈ 2 രണ്ടും ക്യാൻസലായി പോവും. സോ യു ഗോട്ട് കെ മൈനസ് 6 ഈസ് ഈക്വൽ ടു 2k മൈനസ് 1 എന്ന് വരും. ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് k ഈസ് ഈക്വൽ ടു -5 എന്നും കിട്ടും. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് കിട്ടിയതെന്ന് ക്ലിയർ ആയല്ലോ. അപ്പോൾ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത് ഫൈൻഡ് ദ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ the sum and product of the whose zeros are -3 and 2 respectively, hence the find the zeros. അതായത് രണ്ട് സീറോസ്, അതായത് ആൽഫ ബീറ്റ രണ്ട് സീറോസ് ആണെങ്കിൽ അതിൻ്റെ സം എന്ന് പറയുന്നത് -3 ആണ്, അതിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഫോം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ അകത്ത് നമുക്കിവിടെ തന്നിരിക്കുന്നത് ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് -3 ആണ്. ആൻഡ് ആൽഫ ബീറ്റ എന്ന് പറയുന്നതാണെങ്കിലോ അത് 2 ആണ് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ -3 ആൽഫ ബീറ്റ 2 ആയിട്ട് വരുന്ന ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? എക്സ് സ്ക്വയർ മൈനസ് തൊട്ട് മുമ്പ് എഴുതിയത് തന്നെയാണ് ആൽഫ പ്ലസ് ബീറ്റ എക്സ് പ്ലസ് ആൽഫ ബീറ്റയാണ്. അപ്പോൾ ഇവിടെ ആൽഫ പ്ലസ് ബീറ്റ അറിയാം നമുക്കത് -3 ആണ്. സോ ഇറ്റ് വിൽ ബിക്കം എക്സ് സ്ക്വയർ മൈനസ് ഓഫ് -3x പ്ലസ് 2 എന്ന് വരും. അതായത് എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2 എന്നും വരും. അപ്പോൾ ഇതാണ് ഈ ആൽഫ പ്ലസ് ബീറ്റ -3 ആൽഫ ബീറ്റ 2 ആയിട്ട് വരുന്ന ഒരു പോളിനോമിയൽ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആൽഫയുടെയും ബീറ്റയുടെയും വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ അതിനുവേണ്ടി എന്തായിരുന്നു ചെയ്യുന്നത്? ലെറ്റ് പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നു. പി ഓഫ് എക്സ് 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2 എന്ന് പറയുന്നത് 0 ആണെന്ന് പറയാൻ പറ്റും. ദാറ്റ് ഈസ് ഇത് നമ്മൾ മിഡിൽ ടൈം സ്പ്ലിറ്റ് ചെയ്യുവാണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 2x പ്ലസ് 2 ഈക്വൽ ടു 0 എന്ന് വരും. നമുക്കിവിടെ എക്സ് കോമൺ എടുക്കാം. എക്സ് കോമൺ എടുത്താലോ എക്സ് പ്ലസ് 1, ഇവിടെ നിന്നൊരു 2 കോമൺ എടുക്കാം. അപ്പോൾ ഇവിടെയും എക്സ് പ്ലസ് 1 ഈക്വൽ ടു 0 എന്ന് വരും. ഇനി എക്സ് പ്ലസ് 1 കൂടി കോമൺ എടുത്താൽ മതി. എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 എന്ന് വരും, അതും ഈക്വൽ ടു 0 എന്ന് വരും. സോ വി ഗെറ്റ് എക്സ് ഈസ് ഈക്വൽ ടു -1 ആൻഡ് എക്സ് ഈസ് ഈക്വൽ ടു -2. ഇതാണ് ഇതിൻ്റെ സൊല്യൂഷനായിട്ട് വരുന്നത്. അത് ആൽഫ എന്ന് പറയുന്നത് -1 ബീറ്റ എന്ന് പറയുന്നത് -2 ആണ്. അപ്പോൾ നമുക്ക് ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ
ആൽഫ പ്ലസ് ബീറ്റ മൈനസ് 3 ആൽഫ ബീറ്റ 2 വരുന്ന കറസ്പോണ്ടിങ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2 ആണ്. പിന്നെ അതിനകത്ത് ആൽഫ ബീറ്റ എന്ന് പറയുന്നത് -1ഉം -2ഉം ആയിരിക്കും. ഓക്കെ, അപ്പം ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് ഡേയിലൊക്കെ അപ്ലോഡ് ചെയ്യാം. നന്നായി പഠിക്കുക. ഇത് പറഞ്ഞതുപോലെ എക്സാമിന് വരാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനാണ്. കാരണം ഈ പറയുന്ന പോളിനോമിയൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാ എക്സാമിലും തന്നെ കാണാറുണ്ട്. So prepare well. All the best for your exam. Thank you.